ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റമദാനിലെ ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഇഫ്താർ പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. ഇതിൽ നല്ല ടേസ്റ്റിയും നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ആയിട്ടിടണേ. എന്നാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണല്ലോ കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ അത് ആദ്യം തന്നെ സ്നാക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം രണ്ട് സ്നാക്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്പൈസി ആയിട്ടുള്ളതും ഒന്ന് സ്വീറ്റ് ആയിട്ടുള്ളതും. ക്യാരറ്റ് പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ക്യാരറ്റ് വേവിച്ചത്. സ്നാക്സിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഇതാ അതിലേക്ക് 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 പച്ചമുളകും മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതാ പൊടികളുടെ സ്മെല്ല് പോകും വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാ വേവിച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു. ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതായിരുന്നു. ഇതാ വേവിച്ച് പൊട്ടാറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതായി ഒരു മസാലയും കൂടി ചേർക്കാം. ഇനി ഒരു 3-4 പീസ് ബ്രെഡും കൂടെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഏകദേശം നമ്മുടെ കട്ലറ്റിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ബ്രെഡും കൂടെ ചേർക്കുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റോളാക്കിയിട്ട് എടുക്കാം. ഇതാ എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതാ ഒരു പാത്രത്തിലോട്ട് അല്പം ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്താണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുക. ഇന്നിനി ബീഫ് കറിയും ഗീ റൈസാണ് റെഡിയാക്കുന്നത്. ഇനി ഇതാ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കണം. ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഗീ റൈസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു ഇല ഉണ്ടല്ലോ, ഇതിട്ട് കൊടുക്കുക. ഇതാ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കസ്കസ് ഇതാ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുകയാണ്. ഇതാ വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇതാ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് അതിലേക്ക് കുറച്ച് റോസിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതാ ഒരു പാക്കറ്റ് പാലും കൂടെ ഒഴിച്ചെടുക്കാം. ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഈ കസ്കസ് ചേർക്കാം. ഇതാ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്. ഇതാ സ്നാക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നതാ ലൈമും കൂടെ റെഡിയാക്കി.
അപ്പോൾ ഇതാ സമയമായിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ഇഫ്താർ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.